Hello guys, welcome to another vlog of Mallu in Maple. So guys, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഇലൂമിനി ഷോ ആണ്. അതായത് ഈ ലൈറ്റ് കൊണ്ടൊക്കെ ഉള്ള ഷോ ആണ്. നമ്മളത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. So let's go and see the magic of lights. ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മൾ മെനുവിലോട്ട് നടക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് മാർഷ്യ സെന്റർ. ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി അതായത് നമുക്ക് വേണ്ടി ബ്രാൻഡ്സ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും വലിയ വാൾമാർട്ട് ആണ് വാൾമാർട്ട്. പിന്നെ ബെസ്റ്റ് ബൈ എന്ന് പറയുന്നത് അവിടെ കാണാൻ നോക്കുന്നു. ബെസ്റ്റ് ബൈ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഐറ്റംസ് അവിടെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ റിലയൻസ് ഡിജിറ്റൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ബെസ്റ്റ് ബൈ. ഇവിടെ നമുക്ക് കയറാൻ സ്ലോട്ടൊക്കെ ഉണ്ട്. നമ്മുടെ സ്ലോട്ട് 8:15 നമ്മൾ ബുക്ക് ചെയ്തത്. ഇപ്പം സമയം ഇവിടെ സമയം 7:48 ആയതേ ഉള്ളൂ. 8:15, അതായത് നമ്മൾ 8 o'clock അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ഒരു 15 മിനിറ്റ് മുമ്പ് അവർ അലവ് ചെയ്യത്തുള്ളൂ ഉള്ളിലോട്ട്. ഇതാണ് എൻട്രൻസ്. നിങ്ങൾക്കറിയാം, ഇത് ഹലോവിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ പംകിൻ്റെ എൻട്രൻസ് ആണ് അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. എന്ത് മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് ആണ് നോക്കിയ. എൻട്രൻസിൽ തന്നെ പൊളിച്ച്. ഇതുകൊണ്ടോ Chinese dragon. ഈ ഡ്രാഗണിനൊക്കെ ഇഷ്ടംപോലെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. ചൈനീസ് കൾച്ചറിനൊക്കെ ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. നമ്മൾ ഈ പല ചൈനീസ് മൂവീസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് അവർ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എടുത്ത് കാണിക്കാറുണ്ട്. അങ്ങനെ വെൽക്കം ടു ചൈന. അങ്ങനെ നമ്മൾ നടന്ന് മുന്നോട്ട് വന്നപ്പോൾ പൂക്കളുടെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഒരു ചൈനീസ് മനുഷ്യർ നിൽക്കുന്ന പോലെയാണല്ലേ. ഇതൊക്കെ അവരുടെ വാരിയേഴ്സ് ആണ്, അതായത് സോൾജേഴ്സ്. പൊളിച്ച് ചൈനയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫ്രഞ്ച് പഠിക്കാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട്
ചൈനീസ് എടുത്ത് തലേ വെക്കാൻ വയ്യ. എന്തായാലും അവിടെ എഴുതിയത് എന്തായാലും നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ചൈന പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ആ കൾച്ചറിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ചൈനീസ് ഹിസ്റ്ററി ചെറുതായിട്ടൊന്നും നമുക്ക് ഇവിടെ ഫീൽ ആവും. ഇവിടെ പിള്ളേർക്കൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ. സോ ഇതിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റീവ് ഇലുമിനി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇതിന് ഇവിടെ ഇരിക്കാനുള്ള കസാര വരെ അവര് അല്ലെങ്കിൽ ബെഞ്ച് വരെ അവര് ലൈറ്റപ്പ് ചെയ്തു. ഹൂ ഈസ് ദിസ് എയറമറ്റീസ് എനിക്കറിയത്തില്ല. ഇത് ഇവിടുത്തെ രാജ്ഞിയായിരിക്കാം, വല്ല ക്വീനും ആയിരിക്കാം അവിടുത്തെ, അല്ലെങ്കിൽ പണിക്കാരായിരിക്കാം, ആരാണേലും കൊള്ളാം. നമ്മൾ നേരത്തെ കണ്ട നിങ്ങൾക്ക് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പ്രേതങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ? അതെ, എന്റെ പുറകിന് പോകുന്ന ഒരു പ്രേതം. എല്ലാ വർഷവും ഒക്ടോബർ 31 രാത്രിയിൽ ലോകം തിളങ്ങുന്ന മത്തങ്ങകൾ, ഭയാനകമായ വസ്ത്രങ്ങൾ, അല്പം മാന്ത്രികത എന്നിവയാൽ ജീവസുറ്റതാകുന്നു. അത് ഹാലോവീൻ ആണ്. എന്നാൽ ഇതെല്ലാം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ആളുകൾ സാംഹൈൻ എന്ന ഉത്സവം ആഘോഷിച്ചു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിലുള്ള തടസ്സം നേർത്തതായി അവർ വിശ്വസിച്ചിരുന്ന ഒരു കാലം. അവർ വലിയ തീ കത്തിച്ചു, ആത്മാക്കളെ ഭയപ്പെടുത്താൻ മുഖംമൂടികൾ ധരിച്ചു, അലഞ്ഞുതിരിയുന്ന ആത്മാക്കളിൽ നിന്ന് വീടുകളെ സംരക്ഷിക്കാൻ ഭക്ഷണം പങ്കിട്ടു. നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഈ പാരമ്പര്യങ്ങൾ ക്രിസ്ത്യൻ ഉത്സവങ്ങളുമായി ഇടകലർന്ന് ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് നമുക്ക് പരിചിതമായ രസകരമായ ആഘോഷമായി പരിണമിച്ചു. ഇപ്പോൾ ഹാലോവീൻ സർഗാത്മകതയുടെയും നിഗൂഢതയുടെയും ചിരിയുടെയും ഒരു രാത്രിയാണ്. കുട്ടികൾ വസ്ത്രം ധരിച്ച് തന്ത്രങ്ങൾ മെനയുന്നു, കുടുംബങ്ങൾ തിളങ്ങുന്ന ജാക്കോലാന്റണുകൾ കൊത്തിയെടുക്കുന്നു, അയൽപ്പക്കങ്ങൾ അലങ്കാരങ്ങൾ, വിളക്കുകൾ, ഭയത്തിന്റെ ഒരു സ്പർശം എന്നിവയാൽ ജീവസുറ്റതാകുന്നു. ഇത് വെറുമൊരു ഭയാനക രാത്രിയേക്കാൾ കൂടുതലാണ്. ഭാവനയുടെയും ചരിത്രത്തിന്റെയും ആഘോഷമാണ്, ഒപ്പം അല്പം ഭയപ്പെടുന്നതിന്റെ സന്തോഷവും. കൂട്ടുകാരെ, നിങ്ങളിത് കാണണ്ടില്ല, ചുമ്മാ തൂക്കിയിട്ടിരിക്കുന്നത്, പക്ഷെ എന്നാലും ഒരു ക്രിസ്മസ് ഫീല്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിന് എത്ര ലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ എക്സ്പോഷർ ലോവസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ക്രിസ്മസ് ഫീല്, ക്രിസ്മസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്രിസ്മസ് ഫീല്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. കാര്യം ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റ് ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇവിടെ വരുമ്പോൾ നമുക്കൊരു ക്രിസ്മസ് ഫീലാണ്. പൊളിച്ചു. രണ്ട് റാബിറ്റ്സ്. അങ്ങനെ നമ്മൾ ഈ ക്രിസ്മസ് തീം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തത് വേറെ ഒരു സ്ഥലത്തോട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇതും അമ്മച്ചി. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എക്സിബിഷനിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇവിടെ കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ.
ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചൈനീസ് ഡെക്കറേഷൻ ആണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഇതെന്തോ ഇത്? ഒരു അറബിക് തീമാണിത്. ആ ഒട്ടകം അടിപൊളി. അറബിക് തീമാണ്, പക്ഷെ ഇവിടെ ബെലി ഡാൻസ് ഒന്നുമില്ല. നിങ്ങൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യല്. ഈ തീം കാണുമ്പോൾ നിങ്ങൾക്ക് പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന അലാദീന്റെ കാർട്ടൂണൊക്കെ ഓർമ്മ വരും. ആ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും എന്റെ ഒട്ടകവും തൽക്കാലം ഞാൻ ഈ ഒട്ടകം എടുത്താൽ വിട്ടിട്ട് പോകും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ചൈനയാണോ അറബ് കൺട്രി ആണോ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഇത് ഓരോ തീമിനുള്ള മ്യൂസിക്കും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എഫക്ട് കുറച്ചുകൂടെ ഇൻക്രീസ് ആവുക. ഇത് പോലാർ ബെയർ, ഇത് പോലാർ ബെയർ ആണ്. പെൻഗ്വിനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ പെൻഗ്വിനെ ശരിയാക്കുന്നുണ്ട്, ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യുന്നു. ഇത് കണ്ട നമ്മൾ നേരത്തെ വന്നപ്പോ ഈ ക്രിസ്മസ് ട്രീ നമുക്ക് മുഴുവനോടെ കാണാൻ പറ്റിയില്ല. നിങ്ങൾ മോൺട്രിയൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിസിറ്റ് ചെയ്യുക. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ആരായി ഇത് ഹാലോവിന്റെ തീമാണ്. അമ്മച്ചി വീണ്ടും ഇവിടെ കോഫിൻ ബോക്സിനകത്തൊക്കെ കിടക്കുന്നു.
ഒരു ഹൊറർ സീനൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഒരാളെ ഈ പെട്ടിക്കകത്ത് കിടത്തി വലിച്ചോണ്ട് പോവാ. Bienvenue au monde de la lumière et au monde de l'obscurité. Approchez-vous, mais ne restez pas loin. Bienvenue au monde des monstres. Dirigez-vous les monstres et gagnez vos forts. Ne rejoignez everyone is back. And joy is come out to social. Here we rejoice. Allez, c'est approchez-vous. Restez pas loin. ഹാലോവീൻ ഫെസ്റ്റിലുമിയുടെ തിളക്കവുമായി കണ്ടുമുട്ടുമ്പോൾ മാന്ത്രികമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. രാത്രി വെളിച്ചത്തിന്റെയും നിറത്തിന്റെയും അത്ഭുതത്തിന്റെയും ഒരു ലോകമായി മാറുന്നു. ശോഭയുള്ള ശർക്കാല വായുച്ചിരിയും നിഗൂഢതയും കൊണ്ട് നിറയുമ്പോൾ തിളങ്ങുന്ന മത്തങ്ങകൾ, തിളങ്ങുന്ന വിളക്കുകൾ, മിന്നുന്ന പ്രദർശനങ്ങൾ എന്നിവ ഇരുട്ടിനെ സൗന്ദര്യമാക്കി മാറ്റുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹാലോവീൻ ആത്മാക്കളുടെയും പുരാതന ഇതിഹാസങ്ങളുടെയും ഒരു രാത്രി എന്ന പേരിൽ ആരംഭിച്ചത് ഇപ്പോൾ ഭാവന ഭയത്തേക്കാൾ തിളക്കമുള്ള ഒരു ആഘോഷത്തിലേക്ക് സജീവമാകുന്നു. ഫെസ്റ്റിലുമിയിൽ ഓരോ കോണിലും ഒരു കഥ പറയുന്നു. വെളിച്ചത്തിൽ തിളങ്ങുന്ന കുട്ടികളുടെ മുഖങ്ങൾ, നക്ഷത്രങ്ങൾക്കടിയിൽ ഊഷ്മളത പങ്കിടുന്ന സുഹൃത്തുക്കൾ, തിളങ്ങുന്ന കലയുടെയും നിറത്തിന്റെയും പാതകളിലൂടെ അലഞ്ഞുതിരിയുന്ന കുടുംബങ്ങൾ. ഇത് ഭയത്തിന്റെ ഹാലോവീൻ അല്ല, ഇത് ആകർഷണത്തിന്റെ ഹാലോവീൻ ആണ്. അവിടെ ഓരോ മിന്നലും ഇരുട്ടിൽ പോലും വെളിച്ചമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫെസ്റ്റിലുമി ഹാലോവീനിന്റെ ആത്മാവിനെയും പ്രകാശത്തിന്റെ മാന്ത്രികതയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഹൃദയങ്ങളെ പിടിച്ചെടുക്കുന്ന, സർഗാത്മകതയെ ഉണർത്തുന്ന. തിളങ്ങുന്ന രാത്രി ആകാശത്തിന് കീഴിൽ ഐക്യത്തിന്റെ സൗന്ദര്യം ആഘോഷിക്കുന്ന ഒരു അവിസ്മരണീയ അനുഭവം സൃഷ്ടിക്കുന്നു. ഒരു ട്രെയിൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ എക്സ്പെക്ട് പോലും ചെയ്യത്തില്ല. ഇനി അടുത്ത നമ്മൾ കാണുന്നത് ഗ്രേവ്യാർഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഗ്രേവ്യാർഡിൽ കൂടെ നടക്കുകയാണ്. Wow.
നമ്മൾ അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി ഒരു ചെറിയ വ്യൂ പോലെ പണിത് അതിൻ്റെ ഉള്ളിൽ പിള്ളേർ കളിക്കാൻ വേണ്ടിയുള്ള ബോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറെ സീബ്രകളൊക്കെ ഉണ്ട്. മഴ പൊടിയുന്നുണ്ട്. ഇപ്പൊ ചാരാൻ പറയാതെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇത് പാമ്പൊക്കെ ഉണ്ട്. ഞാൻ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. എനിക്ക് ഒരാൾക്ക് മാത്രമായിട്ട് $38 വീക്കെൻഡ് ആയതുകൊണ്ട്. വീക്ക് ഡേയ്സ് ആണെങ്കിൽ $26 or $27 എങ്ങാണ്ട്, എക്സ്ക്ലൂഡിങ് ടാക്സസ്. പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ വുഡ് റെക്കമെൻഡ് anybody who is visiting Montreal this weekend or the coming weekend, please do visit with your kids. They would love it. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. Don't think that I'm grown up. What will I see all this? നമ്മൾ grown up ആയാലും നമ്മുടെ മനസ്സെപ്പോഴും പിള്ളേരെ പോലെ ആയിരിക്കും. That's when you will start enjoying things. So guys, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ചില വീഡിയോസ് ഇങ്ങനെ മോൺട്രിയലിൽ നടക്കുന്ന പല ഈവൻസിനെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.